യേശു യോർദാനിൽ നിന്ന് പരിശുദ്ധാത്മാ നിറഞ്ഞു മടങ്ങി. നിങ്ങൾ നിറയണം. ഹല്ലേലൂയ. ഇന്ന് ആത്മാവിൽ നിറയണം. ദൈവം ആഗ്രഹിക്കുന്നു നിറയ്ക്കുവാനാ. ദൈവത്തിന് പദ്ധതി കൊണ്ട് നിറയ്ക്കുവാനാ. എവിടെ ശൂന്യത വന്നാലും അവിടെ യേശു വന്ന് നിറയ്ക്കുവാൻ പദ്ധതി കൊണ്ട്. എനിക്കൊന്ന് നിറയണമെന്ന് എത്ര ആഗ്രഹിക്കും. യേശുവേ, എനിക്കൊന്ന് നിറയണം. നിങ്ങളെ നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തത്തില്ല. ഹല്ലേലൂയ. ദൈവം അയക്കേണ്ട സ്ഥലങ്ങളൊക്കെ അയക്കും. നിങ്ങളുടെ അത്ഭുതങ്ങൾ ചെയ്യും, വീര്യപ്രവൃത്തികൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2:1 ബെന്തക്കോസ്ത് എന്ന നാള്, ഒരു തിരുവോണം എന്ന് പറയുന്നത് പോലെ, ഒരു വിഷു എന്ന് പറയുന്നത് പോലെ ആ ദിവസത്തെ പ്രൈസ് ഹല്ലേലൂയ വന്നൊരു പ്രത്യേകമായ ഒരു ദിവസത്തെയാണ് നമ്മൾ വിഷു എന്ന് പറയും, ഓണം എന്ന് പറയും, ക്രിസ്മസ് എന്ന് പറയും. അങ്ങനത്തെ ഒരു വിശേഷമേറിയ ഒരു ദിവസമാണ് ബെന്തക്കോസ്ത് എന്ന നാൾ. ഹല്ലേലൂയ. ആ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടി. ഓണത്തിനും എല്ലാവരും ഒരുമിച്ച് കൂടൂലേ? ഇനിയിപ്പോൾ നമ്മൾ ഈസ്റ്ററിന് എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ, അതാണ് ബെന്തക്കോസ്ത് ആണെന്ന് കൂട്ടിക്കോ. എല്ലാവരും ഒരുമിച്ചിരുന്നു ആ സമയത്ത്. പക്ഷെ ഇരുന്നവർ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ആത്മഭാരത്തോടെ ആയിരുന്നു, ഒരുക്കത്തോടെ ആയിരുന്നു. ദൈവസഭ ഒരുക്കത്തോടെ ആത്മഭാരത്തോടെ ഇരിക്കുമെങ്കിൽ അടുത്ത സെഷനിലോട്ട് ദൈവം കൊണ്ടുപോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നും ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീടും മുഴുവനും നിറച്ചു. 3-ാമത്തെ വാക്യത്തിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേ ഹല്ലേലൂയ. എല്ലാവരുടെ മേൽ എന്ത് പകർന്നു? എല്ലാവരും ആകാശത്ത് എന്തുണ്ടായി? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അഗ്നി നാവുകൾ പ്രത്യക്ഷനായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തരുടെ മേൽ, നിങ്ങളുടെ മേൽ ഇന്ന് പറയാണ്, ഓരോരുത്തരുടെ മേൽ പറയുമ്പോൾ അത് എൻ്റെ മേൽ, എൻ്റെ മേൽ, എൻ്റെ മേൽ, എൻ്റെ മേൽ, അത് എൻ്റെ മേൽ പകരണമേ, പകരണമേ, പകരണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ പകരണമേ. യേശുവിൽ പകർന്ന ആത്മാവേ എൻ്റെ പകരണമേ, പകരണമേ, പകരണമേ. അങ്ങനെ ആത്മാവിൽ പകരത്തക്കവണ്ണം ഒരു ആത്മസന്തോഷം ദൈവസഭയിലേക്ക് ഇറങ്ങാൻ പോകുക. നിങ്ങൾ കരം അടിച്ച് എത്രത്തോളം പ്രാപിക്കുന്നുണ്ട്, എത്രത്തോളം ദാഹത്തോടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളെ ബന്ധനങ്ങൾ പൊട്ടിക്കാൻ പോകുകയാണ്. നിങ്ങളെ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ പോകുകയാണ്. നിങ്ങളെ പരീക്ഷയിൽ നിന്ന് ദൈവം ജയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നവരുണ്ട്, മനസ്സിലാവാത്തവരുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിന്നെ ഒരിക്കലും വടിയിലിട്ട് അടിക്കൂല. അതാദ്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിനക്കെതിരായിട്ട് എന്തുണ്ടെങ്കിലും ജയിക്കുവാൻ താഴ്മ, എളിമ എല്ലാം തരും. ഇത് വേണം, മനസ്സിലാവുന്നില്ല? പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറ്റുള്ളവരുടെ മുമ്പിൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനും പ്രാവിനെ പോലെ നിഷ്കളങ്കമാൻ നിർത്തും. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിന്നെ യാതൊരു കുഴിക്കകത്ത് വലിച്ചെറിഞ്ഞാലും നീ തകർന്നു പോവില്ല. അവിടെ നിന്ന് കയറി വരും. നിന്നെ ആരൊക്കെ ഓട്ടിച്ചടിക്കാൻ നോക്കിയാലും നീ തകർന്നു പോകത്തില്ല. ഇത് നിറയ്ക്ക് ദൈവസഭ. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ദൈവ പൈതലെ അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനത്തെ പൊട്ടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പെട്ടെന്നൊക്കെ വേദന പോയി എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്നത്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ വാർത്തയാണ് അറ്റാക്ക്, 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 അറ്റാക്ക്. പെട്ടെന്ന്. പക്ഷേ ഇന്ന് നമ്മളത് പൊട്ടിക്കും. ഇതിനകത്ത് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. ആത്മാവിൽ നിറയാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തിനകത്ത് ആത്മാവിൽ നിറയുമ്പോ അത് അസമാധാനം ഇടുന്ന സാത്താന്റെ ശക്തികളെ നീ പൊട്ടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ നിറയണം. നിറഞ്ഞാൽ രോഗമല്ല, ഏത് പരീക്ഷയിലും നമുക്ക് ജയിക്കാൻ പറ്റും. അതുകൊണ്ട് ഹല്ലേലൂയ പറയുന്നു, എല്ലാവരും 4-ാമത്തെ വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവർ നിറഞ്ഞു, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ പോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു? അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നീ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇനി അന്യഭാഷയിലാണ്.
എല്ലാ ലെവലുകൾ അങ്ങോട്ട് നമ്മുടെ പരിഭവവും കുറ്റം പറച്ചിലൊക്കെ അങ്ങ് അവസാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം അങ്ങ് മാറ്റി. മറ്റുള്ളവരെല്ലാം ഭാരങ്ങൾ, അടുത്തുള്ളവൻ്റെയും അങ്ങോട്ടുള്ള മറ്റുള്ളവരുടെ വിഴുപ്പുകൾ ചുമക്കുന്നത് മാറ്റി. ആമേ. നാട്ടുകാരെയും കുടുംബത്തിൻ്റെയും വിഴുപ്പുകൾ, ഭാരങ്ങൾ, ഹല്ലേലൂയ. യേശു പറഞ്ഞു ഇതൊക്കെ മാറിയാലേ പറ്റൂ. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് ഇതെല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നിറ. ഇന്ന് ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് നിന്റെ മനോഭാരങ്ങളെ, വേദനകളെ, രോഗങ്ങളെ ദൈവസന്നിധിയിൽ മാറ്റിവെച്ച് എന്തിൽ നിറയണം? ആത്മാവിൽ നിറയണം. പുതുജീവൻ പ്രാപിക്കണം, പുതുശക്തി പ്രാപിക്കണം. നീ പറയുന്നത് സംഭവിക്കുക. ഇന്ന് എനിക്കത് വേണം. ഇന്ന് സകലത്തെ ജയിക്കുക, തേടുകളെ പാപങ്ങളെ ചവിട്ടുക. ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ, അധികാരത്തിന്റെ അഭിഷേകം. ഓ റബലന്തര കരമടിച്ച് പ്രാപിച്ചോ എല്ലാവരും. ഹല്ലേലൂയ. സഭ ഒരുക്കത്തോടെ, ആമേൻ ആമേൻ ആമേൻ, ഹല്ലേലൂയ, ഒരുക്കത്തോടെ നമ്മൾ ഒരുങ്ങിയാൽ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നിങ്ങളെ നിറഞ്ഞ് ആമേ കവിയുന്ന, ഹല്ലേലൂയ, അനുഗ്രഹം നിറഞ്ഞ് കവിയണം. ഹല്ലേലൂയ. നിറഞ്ഞ് കവിഞ്ഞാൽ ആമേ നിങ്ങളുടെ മേലൊരു പാത്രം ഇരിക്കുകയാണ്. ഈ വെള്ളത്തിൽ, ഈ ഗ്ലാസ്സിലോട്ട് വെള്ളം വീഴ്ത്തി കഴിഞ്ഞാൽ നിറയുമ്പോൾ അടുത്ത പാത്രത്തിലോട്ട് പകരുന്നത് പോലെ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് പകരാൻ പോവുകയാണ്. ഈ വ്യക്തി അടുത്ത വ്യക്തിക്ക് പകരും. അങ്ങനെ പകർന്ന് നിന്റെ കുടുംബത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ആമേ. ഒഴുകേണ്ടത് ഒഴുകട്ടെ. സഭ ഒഴുകേണ്ട രീതിയിൽ ഒഴുകട്ടെ. നിന്റെ ഒഴുക്കിനെ തടയുന്ന ദുഷ്ടശക്തികൾ ഇന്ന് പലർക്കും ഒഴുകാൻ പറ്റുന്നില്ല. നിന്റെ ഒഴുക്കിനെ തടയുന്ന, നിന്റെ ഒഴുക്കിനെ ബ്ലോക്ക് ചെയ്യുന്ന, നിന്റെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് പകൽക്കാലം വെട്ടുക. ചില ഒഴുക്കുകളെ തടയുന്നുണ്ട്. ആമേ. ഒന്ന് കയറി വരണം, നിങ്ങൾക്കൊന്ന് അനുഗ്രഹം പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ബാക്കിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക ശക്തികളെ ഇന്ന് പകൽക്കാലം വെട്ടുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേ. മുമ്പോട്ട് പോകാൻ കഴിയാതെ ബാക്കിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന, എൻ്റെ അനുഗ്രഹത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ശാസിച്ച് പുറത്താക്കുക. രക്തം ജയമെടുക്കുന്നു. എനിക്കൊന്ന് ആത്മാവിൽ നിറയണം. എല്ലാവരുടെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ടല്ലോ. ഓ ബന്ധക്കോസ്ത് നാൾ ഇറങ്ങിയൊരു അഭിഷേകം, അത് എനിക്ക് വേണം കർത്താവേ. വേണം. സഭ നിറഞ്ഞ് ചില ഒഴുക്കിനെ തടയുന്ന, നിങ്ങൾക്ക് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങൾ ആത്മാവിലൊക്കെ ആരാധിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ആരെങ്കിലും വന്ന് തട്ടുമ്പോൾ, വാതിൽ തട്ടുമ്പോൾ അത് ബ്ലോക്കായി പോകുന്നുണ്ട്. പെട്ടെന്ന് ആരും ആരാധിക്കുമ്പോൾ തട്ടി വിളിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഇതിനകത്തുകൊണ്ട്, ചാനലിലൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആരാധിക്കുമ്പോൾ പെട്ടെന്നൊന്ന് തട്ടും. തിന്നണില്ലേ? പ്രൈസ് ദി ഹല്ലേലൂയ. വരണില്ലേ? സമയമായില്ലേ? ഹല്ലേലൂയ. ഇതെല്ലാം മാറ്റി വെച്ചിട്ട്, ഹല്ലേലൂയ, അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട്, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഒരു പാത്രമാക്കി മാറ്റുക. ദൈവത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിന്റെ ഹൃദയത്തിനകത്ത് ആമേ ദൈവം ഒരു പാത്രമാക്കി മാറ്റുന്ന കുശവന്റെ കയ്യിലെ കളിമണ്ണായി നീ മാറുമെങ്കിൽ ദൈവം പണിയുക തന്നെ ചെയ്യും. പണികല നിറയ്ക്കും. ആമേ. ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. ആദ്യം ആര് നിറഞ്ഞു? ഞാൻ ദൈവസഭയോട് ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ആദ്യം ആര് നിറഞ്ഞു? യേശു നിറഞ്ഞു. യേശു നിറഞ്ഞത് എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. യേശുവിൽ നിറഞ്ഞ യേശുവിലൂടെയാണ് നമ്മളിലേക്ക് പകരുന്നത്. യേശു പറഞ്ഞു, മരിച്ച് ഇവിടെ സ്വർഗാരോഹണം ചെയ്യുന്ന മുമ്പേ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയാൽ അവിടെ നിന്ന് ഒരാൾ തിരിച്ചു വരും. ആരാ? കാര്യസ്ഥൻ. ആ കാര്യസ്ഥന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇത് ആരിലൂടെയാണ് ഒഴുകുന്നത്? യേശുവിലൂടെയാണ്. യേശുവിലൂടെ ഒഴുകുന്നത് നിങ്ങളുടെ ശരീരത്തെ രോഗങ്ങൾ കൊണ്ടിട്ട് അടിമയാക്കുന്ന നിന്റെ ജീവിതകാലം മുഴുവനും ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നിർത്തുമായിരുന്നു.
ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുവാനാണ് എഴുന്നേറ്റത്. പക്ഷെ ദൈവം വിടുന്നില്ല. നീ വർഷങ്ങളോളം മെഡിസിൻ കഴിച്ചു. നിന്റെ ജീവിതകാലം മുഴുവനും, ഇന്നിവിടെ ഇരിക്കുന്നതിന് മാത്രമല്ല, ലോകം മുഴുവനോട് ഞാൻ പറയാ, നിനക്ക് ജീവിതകാലം മുഴുവനും നിന്നെ നോക്കി ഡോക്ടർമാർ കുറിപ്പെഴുതി ഈ മെഡിസിൻ കഴിച്ചേ പറ്റുള്ളൂ. അതിന് വിരാമം കുറിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിന്റെ മേൽ വിരാമം കുറിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആത്മാവിൽ നിറയുമെങ്കിൽ നീ മെഡിസിൻ കഴിക്കേണ്ടി വരത്തില്ല. ആത്മാവിൽ നിറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, അവസാന നിമിഷങ്ങളിലോട്ട് വന്നിരിക്കുക. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ, ഇത് ഞാൻ വെറുതെ പറയണല്ല, അല്ല നിങ്ങളെ സൂചിപ്പിക്കാനും സന്തോഷിപ്പിക്കാനല്ല, എന്നോട് ദൈവ നിയോഗത്തിൽ ഞാൻ പറയുക, നീ പരിശുദ്ധാത്മാവിൽ നിറയുമെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് ഒരു രോഗവും ഇരിക്കത്തില്ല. ഒരു അശുദ്ധാത്മാവും ഇരിക്കത്തില്ല. നീ അഭിഷേകത്തിന് തീക്കകത്താവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചേക്ക്, അഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അഭിഷേകം നിറഞ്ഞിട്ട് രോഗിയാകുന്നുണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കേണ്ട അഭിഷേകം നിന്റെ കയ്യിലുണ്ട്. പൊട്ടിക്കേണ്ട അഭിഷേകം നിന്റെ കയ്യിലുണ്ട്. നീ അഭിഷേകത്തിൽ ഇരിക്കുമ്പോ രോഗിയായാൽ അതിനെ പൊട്ടിക്കേണ്ട തീ നിന്റെ മേലുണ്ട്. യേശു പറഞ്ഞു, നീ പറയുന്നത് സംഭവിക്കും, നീ പൊട്ടിക്കും. അതിന്റെ മെഡിസിൻ നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഈ കസ്തൂരിമാൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കസ്തൂരിമാന് മണം വരുന്നത് എവിടെന്ന് അറിയുന്നില്ല. ഇത് കുറെ വർഷം കൊണ്ട് മണക്കുകയാണ്. ഈ മണം വെച്ചിട്ട് ഇവ അന്വേഷിക്കുകയാണ്, ഇവിടെ നല്ല മണമാണല്ലോ. കസ്തൂരിമാന് മണം വരുന്നുണ്ട്, ഇത് എവിടെ നിന്നാണെന്ന് അറിയില്ല. പലവർക്കും അതാ. ഇന്ന് ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കുന്നവർക്ക് പലർക്കും അതാ എന്ന് ചിന്ത. കസ്തൂരിമാന്റെ സ്വഭാവമാണ്. ഈ കസ്തൂരി വെച്ചിട്ട് മണം എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. എടാ, മണം നിന്റെ തന്നെ വരുന്നുണ്ട്. കസ്തൂരിമാനകത്ത് തന്നെ കസ്തൂരിമാ മണമുണ്ട്. നിന്റെ മേൽ അഭിഷേകമുണ്ട്. നീ അന്വേഷിച്ച് നടക്കണ്ട, അതിനെ ജയിച്ചാ മതി. ഈ കസ്തൂരിമാന് ഈ കസ്തൂരി വെച്ചിട്ട് ഈ സുഗന്ധം എവിടെന്ന് വരുന്നു എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. രാത്രിയെന്നില്ല, പകലെന്നില്ല, വർഷങ്ങളോളമായി അതിന്റെ മേലൊരു വിരാമം ഇന്ന് കുറിക്കണം. ഞാൻ നിറയും. കസ്തൂരിമാന്റെ കസ്തൂരി മാൻ അകത്തേനെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ മാൻ അറിയത്തില്ല. പലവർക്കും അതാ, വേദനയും പ്രയാസം വരുമ്പോ പെട്ടെന്ന് നെഞ്ചിലിടിയും വിളിയും. പാസ്റ്ററെ പ്രാർത്ഥിച്ചോ, ഞാൻ ആശുപത്രി പോകുന്നുണ്ട്, അല്ലെ ആരെങ്കിലും വിളിച്ചു പറയും. പെട്ടെന്ന് പിടിച്ചോ, പാസ്റ്റർ അറിയിച്ചോ. ഇവിടെ നിന്റെ അകത്തങ്ങോട്ട് കസ്തൂരിക്കകത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തീ. പാസ്റ്റർ വിളിക്കേണ്ടെന്നൊന്നുമല്ല, വിളിച്ചോ, നല്ലതാ. കിടെടുക്കരുത്, പേടിച്ച് ഒന്നും രണ്ടും പോവരുത്. തീ നിന്റെ അകത്തുണ്ട്, ജ്വലിപ്പിക്കാൻ പോകുക. നിന്റെ ശരീരത്തിടുന്ന രോഗത്തിന്റെ കെട്ടിന്, നിന്റെ ശരീരത്തെ നോക്കി ഒരു വ്യക്തി പറയാ, ഡോക്ടർ പറയാ ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്പോട്ട് തീരും. അഭിഷേകം അകത്തുണ്ടെങ്കിൽ യേശുവിനാൽ അത് വിടുതലെടുക്കും. അഭിഷേകത്തിൽ കഴിയാത്ത ഒരു കാര്യമില്ല. അത് മരുന്ന് കഴിക്കേണ്ട മരുന്ന് കഴിച്ചോ, മെഡിസിൻ കഴിക്കേണ്ടെന്നല്ല, പക്ഷെ അതിനെ ജയിക്കണം. ഹല്ലേലൂയ.
അതിനെ ജയിക്കണം. പറയണം, ഈ മതില് ഞാൻ ചാടിക്കടക്കും. അല്ല, ഈ മതില് ചാടിക്കടക്കൂല, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞിരിക്കരുത്. യേശുവിനാൽ ഈ പടക്കൂട്ടത്തിനു മേൽ ഞാനൊരു കുതിര എങ്ങനെ യുദ്ധക്കളത്തിൽ പായുന്നോ അതുപോലെ പടക്കളത്തിലേക്ക് ഈ പ്രതികൂലത്തെ, ഈ രോഗത്തെ ഞാൻ ജയിക്കും. യേശു യോർദാൻ വിടുന്നുമ്പേ നിറഞ്ഞു. യേശു യോർദാൻ വിടുന്നുമ്പേ നിറഞ്ഞു. നിറയണം, നിറയണം. നിറഞ്ഞവരായി ഇന്ന് ഭാരപ്പെട്ട് കരയുന്നത്, ഇന്ന് മുഖത്തോട് മുഖത്തോക്കി കരയാതെ, പരസ്പരം അങ്ങോട്ട് കുറ്റം പറയാതെ ഇന്ന് നിറയുന്നവരായി നീ അഭിഷേകത്തിന്റെ മേൽ നിറയുമെങ്കിൽ, ഒരു പാട്ട് പാടി ആരാധിച്ച് അവിടുന്ന് ദൈവമേന്ന് വിളിച്ചെന്ന് കരയുമെങ്കിൽ നിന്റെ മേൽ ഇറങ്ങുന്നൊരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകം എങ്ങനെ കിട്ടും? ഇവിടെ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെ മേൽ ഇറങ്ങി വന്നു. ബൈബിൾ പഠിപ്പിക്കുന്നു, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കും. എനിക്കത് വേണം, അതിന് ഒരു തടസ്സമില്ല. ഹൃദയ ശുദ്ധി ഉള്ളിടത്ത് ദൈവം നിറയ്ക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ ഹല്ലേലൂയ, ദൈവ ഹൃദയ ശുദ്ധി ഉള്ളവരാ ഇന്ന് പറ, എന്നെ ശുദ്ധനാക്കണമേ യേശുവിന്റെ രക്തത്താൽ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ തളർത്തുവാൻ ഒരു രോഗത്തിനും കഴിയത്തില്ല, ഒരു മരണവും നിന്നെ തൊടുകയില്ല. നിന്റെ ആയുസ് പൂർത്തീകരിച്ചാൽ നീ പോകും, വഴിയിൽ വീണ് പോകത്തില്ല. നിന്റെ ആയുസ് പൂർത്തീകരിക്കും. കൈപിടിച്ച് പറ, നിന്റെ ആയുസ് പൂർത്തീകരിച്ച് എന്നെ പോകും. വഴിയിൽ പട്ടുപോകത്തില്ല. ദൈവ പൈതലേ, നീ വഴിയിൽ പട്ടുപോകത്തില്ല. നിന്റെ ആയുസിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവ ദൈവ കൂടെയുണ്ട്. ഹല്ലേലൂയ. വേദനയുള്ള സമയത്തും പറയട്ടെ, പ്രയാസമുള്ള സമയത്തും, നമുക്ക് വേദന സഹിക്കാൻ പറ്റാത്ത വേദനയുള്ള സമയത്ത് ആരാധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമുള്ള സമയത്ത് ആരാധിക്കാൻ പറ്റുമോ? നിങ്ങൾ തകർക്കുന്ന മനസമാധാനം നഷ്ടപ്പെട്ടു പോയി, ആ സമയത്ത് ആരാധിക്കാൻ പറ്റുമോ? പക്ഷെ അതിനകത്തൊന്ന് ഇറങ്ങുമെങ്കിൽ ഒരു തീ അതിനകത്ത് ഇറങ്ങാൻ പോവുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോയ സമയത്ത് നീ ഒന്ന് പ്രാർത്ഥിക്കാനിരുന്ന് നോക്ക്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട പല ദിവസങ്ങളിൽ ഞങ്ങൾ പായിലിരുന്ന് നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോ ഒരു സാന്നിധ്യം വന്നങ്ങ് മൂടും. അതിനകത്തിരുന്നോട് ഞങ്ങൾ കരയോ, അതിനകത്തിരുന്ന് സംസാരിക്കോ, അതിനകത്തോട് ഞാൻ ദൈവത്തോട് പറയോ, കർത്താവേ, ഞാൻ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. നമ്മൾ ദൈവമായിട്ട് സംസാരിക്കണം. ദൈവസാന്നിധ്യ അഭിഷേകത്തിൽ ഇരിക്കുമ്പോ ദൈവവും നിങ്ങളുമായിട്ട് സംസാരിക്കണം. കാരണം ആദിമ സഭയിൽ ഉൽപ്പത്തി പുസ്തകത്തില് മനുഷ്യൻ ആദ്യ നൂറ്റാണ്ട് ഏതൻ തോട്ടത്തിനകത്ത് വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും വെയിലാർന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്നു. ഇന്ന് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? പക്ഷെ ദൈവം ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ല. ഹല്ലേലൂയ. എല്ലാ ദിവസവും തന്റെ മക്കളോട് സംസാരിക്കുവാൻ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മളത് കാണണം. ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോ നമ്മൾ അതിനുവേണ്ടി അന്തരീക്ഷം ഒരുക്കണം, അതിനുവേണ്ടി സമയം വേർതിരിക്കണം, അതിനുവേണ്ടി നിന്റെ വിഷയത്തിന്റെ മേൽ സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും 4-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 1-4 വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു. ഇന്ന് നിങ്ങൾ അഭിഷേകത്തിൽ സഞ്ചരിക്കണം, നിങ്ങൾ അഭിഷേകത്തിൽ യാത്ര ചെയ്യണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ അഭിഷേകത്തിൽ ഉറങ്ങണം. ജഡം ഉറങ്ങിയാലും ആത്മാവ് ഉറങ്ങത്തില്ല. ആത്മാവ് ഉറങ്ങോ? ഇല്ല. ആത്മാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്, ഞങ്ങൾ എവിടെയൊക്കെ പോയി, രാത്രി വിദേശത്തൊക്കെ പോയി, പല സ്വപ്നം കണ്ടോ? ഇല്ല. ദൈവത്തോട് നിറയ്ക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ നിറഞ്ഞവരായി മാറുമെങ്കിൽ നിന്റെ മേൽ ഒരു ശത്രുവും തൊടത്തില്ല. തീക്കകത്ത് ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് തൊടാൻ പറ്റത്തില്ല. തീ കഷ്ണത്തിൽ ഒരു പിശാച് പിടിക്കത്തില്ല. നിങ്ങൾ തീ കനലായി മാറണം. എന്തായി മാറണം?
തീ കനലായി മാറണം. തീ കനൽ ആര് തൊടാറില്ല, അത് അഭിഷേകത്തിന്റെ തീക്കലായി മാറണം. ആമേൻ. നിന്റെ അടുത്ത് വരുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കണം. അല്ല, പാസ്റ്റർ മാത്രമല്ല സൗഖ്യമാക്കേണ്ടത്, നിന്റെ വീട്ടിന്റെ അടുത്തുള്ള രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ട് നാളെ പറയണം, സൗഖ്യം പ്രാപിച്ചില്ല, വാ ഞങ്ങൾക്കൊരു സഭയുണ്ട്, വിളിച്ചോണ്ട് വാ. ആദ്യം ദൈവം നിങ്ങളെ വിടാൻ പോകുന്നത്. ഹല്ലേലൂയ. എഴിക്കാൻ വയ്യാത്തത്, നടക്കാൻ വയ്യാത്തതിന് മേല് ദൈവം നിങ്ങൾ അയക്കുമ്പോ ആമേൻ, നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ നിറഞ്ഞ് മറ്റുള്ളവർക്ക് കൂടെ അങ്ങ് കൊടുക്കണം. എന്ത്? അഭിഷേകത്തിന്റെ വിടുതൽ.